സാർ, ഈ പാകിസ്ഥാൻ എല്ലാ കാലവും ഇന്ത്യക്കെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ അട്ടിമറിക്കാനായിട്ട് പല ട്രെയിനുകളെയും അട്ടിമറിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ശ്രമം പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാനാണെന്നും പറയപ്പെടുന്നു. വാസ്തവമുണ്ട് സാർ ഇതിനകത്ത്? ഇപ്പോൾ ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു പേരാണ് ഫർഹത്തുള്ള ഗോറി. അദ്ദേഹത്തെ നേരത്തെ നമുക്ക് പരിചയമുണ്ടായിരുന്നത് അക്ഷർധാം ടെമ്പിളിൽ ഭീകരാക്രമണം നടത്തിയതിൻ്റെ സൂത്രധാരകൻ അദ്ദേഹമായിരുന്നു. പിന്നീട് ബാംഗ്ലൂർ രാമേശ്വരം കഫേ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായൊരു ഹോട്ടൽ പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ബ്ലാസ്റ്റ് നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലും ഈ പറയുന്ന ഫർഹത്തുള്ള ഗോറിയായിരുന്നു. അപ്പോൾ ഈ ഫർഹത്തുള്ള ഗോറി ഇപ്പോൾ അല്പം റിക്രൂട്ട്മെൻ്റ് അവിടെ കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അവിടെ പാകിസ്ഥാനിൽ റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേസിന് ആ ട്രെയിനുകൾ പോകുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ബോംബെയിലും ഡൽഹിയിലുള്ള അവിടെ വരികയും പോവുകയും ചെയ്യുന്ന ട്രെയിനുകൾക്ക് ബോംബ് വയ്ക്കുക അല്ലെങ്കിൽ അതിനെ ഡീറെയിൽ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് വളരെയധികം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഇത് അത്ര കാര്യം, ഇദ്ദേഹത്തിൻ്റെ പേര് സെക്യൂരിറ്റി ഏജൻസീസിന് പരിചയമുണ്ടായിരുന്നു എങ്കിലും അത്ര ഗൗരവത്തിലെടുത്തിരുന്നില്ല, ഇങ്ങനെ ഒരു പണിക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് ഓഗസ്റ്റ് 23, ഓഗസ്റ്റ് 24 ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് ഡീറെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ആൾക്കാർ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ട്രെയിനുകൾ ഡീറെയിൽ ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ പെട്രോൾ പൈപ്പ് ലൈൻസോ പെട്രോൾ പമ്പ് മറ്റ് സാഹചര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഈ റിഫൈനറി മറ്റ് സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെയും ബോംബ് വയ്ക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ് തകർത്ത് കളയുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ സപ്ലൈ ചെയിൻ നശിപ്പിക്കുക, അതേപോലെ ക്രിപ്പിൾ ദി ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് സാധാരണഗതിയിലുള്ള ഈ തോക്കും വാളും ഉപയോഗിച്ച് മാത്രമുള്ള ആക്രമണം പോരാ, മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം എക്സ്പെരിമെൻറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് എക്സ്പെരിമെൻറ്റ്സ് നടത്തി ഏതൊക്കെയാണോ നിങ്ങളുടേതായ തോതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആ മാർഗങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് അദ്ദേഹം ഉപദേശിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ED അതേപോലെ NIA ഇവരൊക്കെ കൂടി നമ്മുടെ സ്വത്തുക്കൾ അവർ EDയും NIA കൂടി എടുക്കുകയാണ്. അതിന് നമ്മൾ തിരിച്ചടി നൽകണം. അതിനുള്ള മാർഗ്ഗം ഇതാണ്. അവിടുത്തെ പെട്രോൾ ടാങ്കുകളോ അല്ലെങ്കിൽ മറ്റ് റിഫൈനറീസും റെയിൽവേസും അതേപോലെയുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ അതേപോലെ ലോജിസ്റ്റിക്സ് ചെയിൻ കംപ്ലീറ്റ് നശിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി ഫിദൈൻ സ്റ്റൈൽ അറ്റാക്ക് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിദൈൻ എന്ന് പറഞ്ഞാൽ ഫിദൈൻ റഫ്ലി ട്രാൻസ്ലേറ്റ്സ് ആസ് സൂയിസൈഡ് കില്ലർ. അവർ ഈ മനുഷ്യ ബോംബായിട്ട് പൊട്ടിത്തെറിക്കലും അങ്ങനെയുള്ള സ്വയം പൊട്ടിത്തെറിക്കുന്ന രീതി. ഇപ്പോൾ ഫിദൈൻ മെത്തേഡ്സ് നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡാണ് എന്നാണ് അദ്ദേഹം ഉപദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ട്രെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഈ മനുഷ്യ ബോംബായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ തയ്യാറായിരിക്കും. മാത്രമല്ല, അവർ വിശ്വസിക്കുന്നത് അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് മരണത്തെ കാണുന്നത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ 72 ഹൂറികൾ അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങൾ ദൃഢമായിട്ട് വെച്ച് പുലർത്തുന്നവരാണ് ഫിദൈൻ. അപ്പോൾ ആ ഫിദൈൻ എന്നുള്ള കോൺസെപ്റ്റ് ഈ മേഖലയിൽ നന്നായിട്ട് ഉപയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഫിദൈൻ സ്റ്റൈൽ അറ്റാക്ക് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, എന്തെല്ലാം പുതിയ എക്സ്പെരിമെൻറ്റ്സ് നടത്താൻ പറ്റുമോ പുതിയ എക്സ്പെരിമെൻറ്റ്സ് നടത്തി ഇതിനോട് കൂടെ, അതായത് ഈ ഡീറെയിലിംഗ് മാത്രമല്ല, പൈപ്പ് ലൈൻ തകർക്കൽ മാത്രമല്ല, ബാക്കിയുള്ള പുതിയ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അവലംബിക്കാൻ പറ്റണമെങ്കിൽ അതുകൂടി ചെയ്യുക. അങ്ങനെയാണ് NIA അതേപോലെ EDയോടും ഉള്ള കലിപ്പ് തീർക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. അതിനുവേണ്ടി ഹീസ് റിക്രൂട്ടിങ്, അദ്ദേഹം റിക്രൂട്ടറാണ്, റിക്രൂട്ട് ചെയ്ത ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നു. അപ്പോൾ ഇപ്പോൾ സെക്യൂരിറ്റി ഏജൻസീസിന് അത് വലിയൊരു തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. എവിടെയാണ് ട്രെയിൻ മറിയുന്നത് എന്നുള്ളൊരു ഭയത്തിലാണ് പലരും ഇരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സാർ, ഇപ്പോൾ ഈ ട്രെയിനെ ഇങ്ങനെ അട്ടിമറിക്കാനായിട്ട് ശ്രമം നടത്തുക എന്ന് പറയുന്നത് സത്യത്തിൽ രാജ്യത്തിനെ ഒരു ഇല്ലായ്മ, അല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ വിധ്വംസ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ? ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഫിദൈൻ കോൺസെപ്റ്റ് ഉള്ളവർ പിന്നെ അതോ ചെയ്യുള്ളൂ. ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ്. അതിനെന്തെല്ലാം മാർഗം അവലംബിക്കാൻ പറ്റുമോ അതെല്ലാം നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ള റിക്രൂട്ട്മെൻറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മരണമാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? കുറേ പേര് ഒരു അപകടത്തിലൂടെ മരിക്കുക, കൊല്ലപ്പെടുക. അങ്ങനെ കൊല്ലപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് രാജ്യത്തിൻ്റെ ഒരു സുസ്ഥിരമായ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. അല്ല, കൊല്ലപ്പെടുക അതൊന്ന്. പക്ഷേ ഈ റെയിൽവേ ലൈൻസൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോകും.
റെയിൽവേ വേണമല്ലോ, ദാറ്റ് ഈസ് ദി ലൈഫ് ലൈൻ ഓഫ് ദി കൺട്രി. അപ്പോൾ അത് തകർക്കാന്ന് പറഞ്ഞാൽ രാജ്യത്തെ തകർക്കൽ തന്നെയാണ്. അതേപോലെ നമ്മുടെ റിഫൈനറീസും അതുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ലൈനും തകർക്കാന്ന് പറഞ്ഞാൽ അതും രാജ്യത്തെ വളരെ പിന്നോട്ട് നയിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയായാലും ഇന്ത്യയെ പിന്നോക്കം കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ പാകിസ്ഥാൻ ഇത്തരം ഒരു ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ അത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നില്ലേ? ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അല്ല, ഇന്ത്യക്ക് അറിയാമല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അത് പക്ഷേ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു കോഷ്യസ് ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ദേ ഭാരത് ട്രെയിൻസ് അടുപ്പിച്ച് മറിയുന്നതൊക്കെ ഒരു ടെൻഡൻസി കാണുമ്പോഴാണ് അവർക്ക് കൂടുതൽ ബലം വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ സെക്യൂരിറ്റി മെഷേഴ്സ് സ്വീകരിക്കുമായിരിക്കും. ആൻഡ് ദേ മേ ബിക്കം മോർ വിജിലൻറ്റ്. അതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്നത്. ഈ പലപ്പോഴും പാളത്തിലുണ്ട് ട്രാക്കിൽ കല്ലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ബീം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ തടിക്കഷ്ണം എടുത്ത് വെക്കുക. അപ്പോൾ ഇത് പലയിടത്തും ഒറ്റപ്പെട്ട രീതിയിലാണ് സംഭവിക്കുന്നത്. 7-8 ട്രെയിനിൻ്റെ നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്നാണ്. അത് ഈ ഓഗസ്റ്റ് 23-ലും ഓഗസ്റ്റ് 24-ലും വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെതിരെ ഉണ്ടായ ആക്രമണം ഇങ്ങനെ വലിയ സിമെൻറ്റിൻ്റെ കട്ടയാക്കിയിട്ട് വയ്ക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ അത് രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരുന്നു ഈ മറിഞ്ഞ രീതിയിൽ. അതുകൊണ്ടുകൂടിയാണ് ഇതൊരു സബട്ടാഷ് എന്നുള്ള രീതിയിൽ, ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പോൾ ഇവർ ഈ റെയിൽവേ ട്രാക്ക്, ഇപ്പോൾ നമ്മുടെ റെയിൽവേ ട്രാക്കുകളെല്ലാം തുറന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു സേഫ്റ്റി സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? അതിപ്പോൾ ഇങ്ങനത്തെ ചലഞ്ചസ് വരുമ്പോൾ ദർ വിൽ ബി പ്രോപ്പർ റെസ്പോൺസ്. നമുക്ക് വളരെ ശക്തരായ സെക്യൂരിറ്റി ഏജൻസീസ് ഉണ്ടല്ലോ. ഇങ്ങനെ പുതിയ ചലഞ്ചസ് വരുമ്പോൾ അതനുസരിച്ചുള്ള റെസ്പോൺസസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും റെയിൽ അട്ടിമറി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ സുസ്ഥിരമായ മുന്നോട്ട് പോക്കുന്നതിനെല്ലാം ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണോ പാകിസ്ഥാൻ ഇപ്പം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? പാകിസ്ഥാൻ ഇപ്പോൾ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചാലും ഈ ടെററിസം അവരെ വിട്ടു പോകുകയില്ല. അത് മാത്രമല്ല, ഇവർ ഈ ടെററിസം പഠിപ്പിച്ച് അവർക്ക് തന്നെ അത് നേരിടേണ്ട ഘട്ടം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനിലൊക്കെ അവർ പാകിസ്ഥാൻ വിട്ടു പോയാൽ കൊള്ളാമെന്നുള്ള ലൈനിലാണ് അവരുടെ നടപ്പ് ബലൂചിസ്ഥാനിൽ. അത് തന്നെയല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ഭീകരാക്രമണം അവിടെ ഉണ്ടായി. അവർക്ക് പാകിസ്ഥാനിൽ നിന്നും വേറിട്ട് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ കാണിക്കുന്ന ടെററിസം അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരുന്നുണ്ട്. ഈ ബലൂചിസ്ഥാനിൻ്റെ കാര്യം അറിയില്ല, കാലാകാലങ്ങളെ അവിടുത്തെ ധാതു നിക്ഷേപങ്ങളടക്കം ഈ പാകിസ്ഥാൻ കൊള്ളയടിക്കുകയാണ്. ഞങ്ങളത് തരില്ല. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ട് നിൽക്കുന്നു. അവർ ഈ പാകിസ്ഥാൻ പട്ടാളമാണെന്ന് പറയുന്ന കുറേ ആൾക്കാരെ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി വെടിവെച്ച് കൊല്ലുന്നു. അപ്പം ഈ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരുപാട് സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. സംഘർഷങ്ങളുണ്ട്. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായതാണല്ലോ പിന്നീട് ബംഗ്ലാദേശൊക്കെ ആയിട്ട് മാറിയത്. അപ്പോൾ ബലൂചിസ്ഥാൻ വേറൊരു ബംഗ്ലാദേശായ കൊള്ളാമെന്നുണ്ട്, ആരെങ്കിലും സഹായിക്കണം എന്നുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഒരു പ്രാവശ്യം മുഷറഫ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവിടെ ഈ സമാധാന ചർച്ചയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് ബുക്തി എന്ന് പറയുന്ന ഒരു ഫാമിലി, ഒരു കൂട്ടരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് ബലൂചിസ്ഥാനിൽ. അപ്പോൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഈ ബുക്തി അവിടെയൊക്കെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹകൾക്കുള്ളിലാണ്. അപ്പോൾ ഗുഹയ്ക്കകത്ത് വെച്ചായിരുന്നു ചർച്ച. ഈ ചർച്ച നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ടാങ്ക് അടിച്ച് തകർക്കുന്ന ഗൺ ഉണ്ട്, ടാങ്ക് വേദക മിസൈൽ. അത് ആ ഗുഹയിലേക്ക് വിട്ടു. ഗുഹ പൊട്ടിത്തെറിച്ചു, ഇടിഞ്ഞു വീണു. അതിൽ കിടന്ന് ഈ ബുക്തി എന്ന് പറയുന്ന ആൾ മരിച്ചു. അങ്ങനെ കുറേ നാൾ. അപ്പോൾ മുഷറഫും പാകിസ്ഥാനൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിതിലൊന്നും റോളില്ല എന്നുള്ളതാണ്. പക്ഷേ വേറെ ആരും അത് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പിന്നീട് മുഷറഫ് അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിൻ്റെ പേരിൽ കേസ് വന്നിരുന്നു, ഈ പറയുന്ന ബലൂചിസ്ഥാനിൽ നടത്തിയ ഈ അട്ടിമറിയുടെ പേരിൽ. അപ്പോൾ അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ എന്തായാലും ഈ പാകിസ്ഥാൻ്റെ തുടർച്ചയായ ഇത്തരം ശ്രമങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. അവർക്ക് ശക്തമായ മറുപടി നൽകുമായിരിക്കും. മറുപടി നൽകും. ഇതേപോലെ ഇപ്പോൾ നമുക്ക് ഈ ടെററിസം എന്ന് പറഞ്ഞാൽ പുത്തിരിയൊന്നുമല്ലല്ലോ, നമ്മളെപ്പോഴും ഇത് കുറേ നാളായി ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഫേസ് ചെയ്തപ്പോൾ നമുക്ക് പരിചയമായി, നമ്മൾ ടാക്കിൾ ചെയ്യും. ആൻഡ് ദ ഗവൺമെൻറ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്.